കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സഹാബത്തും വിശുദ്ധമായ റമദാനെ വരവേൽക്കാൻ, ആ വിശുദ്ധമായ റമദാനെ സ്വീകരിക്കാനുള്ള മുന്നൊരുക്കങ്ങൾ സജീവമാക്കിയ മാസമായിരുന്നു പരിശുദ്ധമായ ശഅബാൻ മാസം. ശഅബാൻ മാസത്തിന്റെ ഓരോ രാവും പകലും വളരെ പവിത്രമാണ്. എന്നാലും ആ മാസത്തിലെ ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു രാവ്, ഒരു രാത്രി എന്ന് പറയുന്നത് ശഅബാൻ 15-ാമത്തെ രാത്രിയാണ്. നമ്മളൊക്കെ ആ രാത്രിയെ അല്ലെങ്കിൽ ആ രാവിനെ ബറാഅത്ത് രാവ് എന്നാണ് പറയുന്നത്. ബറാഅത്ത് രാവ് നമ്മൾ സംസാരത്തിൽ പലപ്പോഴും പ്രയോഗിക്കുന്ന ഒരു തെറ്റ് പ്രാത്ത് എന്നാണ്. പ്രാത്ത് യഥാർത്ഥത്തിൽ പ്രാത്തിനിറങ്ങുക, പ്രാത്തിന്റെ രാത്രി എന്നൊക്കെ പറയാറുണ്ട്. അത് തെറ്റാണ്. ബറാഅത്ത് എന്നാണ് ശരിയായ പദം. അതിന്റെ അർത്ഥം ബരിഅ, ഒഴിവായി, ഒഴിവാക്കപ്പെടുന്ന രാത്രി. മനുഷ്യനെ അവന്റെ തെറ്റുകുറ്റങ്ങളിൽ നിന്നും ഒഴിവാക്കപ്പെടുന്ന രാത്രി, മനുഷ്യനെ നരകത്തിൽ നിന്നും ഒഴിവാക്കപ്പെടുന്ന രാത്രി എന്ന അർത്ഥത്തിലാണ് ശഅബാൻ 15-ാമത്തെ രാവിനെ ബറാഅത്ത് രാവ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് ആ രാവിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ആ രാവ് വളരെ അനുഗ്രഹീതമായ രാവാണ്. പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ നമുക്ക് കാണാം, ഹാമീം വൽ കിതാബിൽ മുബീൻ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക ഇന്നാ കുന്നാ മുൻദിരീൻ. ഹാമീം വൽ കിതാബിൽ മുബീൻ, സ്പഷ്ടമായ വേദഗ്രന്ഥം തന്നെയാണ് സത്യം. വിശുദ്ധ ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ്, വ്യക്തമായ സ്പഷ്ടമായ വേദഗ്രന്ഥം തന്നെയാണ് സത്യം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, വിശുദ്ധ ഖുർആനിനെ നാം വളരെ അനുഗ്രഹീതമായ ഒരു രാത്രിയിലാണ് അവതരിപ്പിച്ചത്. ഇന്നാ കുന്നാ മുൻദിരീൻ, തീർച്ചയായും നാം മുന്നറിയിപ്പ് നൽകുന്നവരാകുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് കുറച്ച് മുഫസ്സിരീങ്ങളായ പണ്ഡിതന്മാർ, ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും വീക്ഷണം പരിശുദ്ധമായ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട രാവ് റമദാനിലെ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയാണെന്ന് തന്നെയാണ്. എങ്കിലും ബഹുമാനപ്പെട്ട ഇക്രിമ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ഒരു പിടി മുഫസ്സിരീങ്ങളുടെ വീക്ഷണം, അവരുടെ അഭിപ്രായം, വിശുദ്ധ ഖുർആനിനെ നാം അവതരിപ്പിച്ചത് ശഅബാൻ 15-ാമത്തെ രാവിലാണ്, ബറാഅത്ത് രാവിലാണ് എന്നാണ്. അപ്പോ ഇത് കേൾക്കുമ്പോൾ ഒരു വൈരുദ്ധ്യം നമുക്ക് തോന്നുന്നുണ്ട്. റമദാനിലാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്, കാലമാത്രയും നാം അങ്ങനെയാണ് കേട്ടുവരുന്നത്. ശഅബാനിന്റെ 15-ാമത്തെ രാവിലാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. ഇതെങ്ങനെ ശരിയാകും? മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത്, റമദാനിന് തൊട്ടു മുമ്പുള്ള മാസമാണല്ലോ ശഅബാൻ. ശഅബാൻ 15-ാമത്തെ രാവിലാണ് ലൗഹിൽ മഹ്ഫൂദിൽ നിന്നും ബൈത്തുൽ ഇസ്സ, ഒന്നാം ആകാശത്തൊരു പള്ളിയുണ്ട്. ഒന്നാം ആകാശത്തെ കഅബയ്ക്ക് നേരെ മുകൾ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഭവനം ബൈത്തുൽ ഇസ്സ. ആ ബൈത്തുൽ ഇസ്സ എന്ന് പറയുന്ന ഭവനത്തിലേക്ക് അല്ലാഹു തആല ഒറ്റയടിക്ക് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച രാവാണ് ബറാഅത്ത് രാവ്. ആ ബൈത്തുൽ ഇസ്സ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും സന്ദർഭത്തിനും സാഹചര്യത്തിനും അനുസൃതമായി മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കാൻ അല്ലാഹു തുടക്കം കുറിച്ച രാവാണ് ലൈലത്തുൽ ഖദ്റിന്റെ രാവ്.
ഇതാണ് പണ്ഡിതന്മാരുടെ വീക്ഷണം. എങ്കിലും പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു വിഭാഗം പണ്ഡിതന്മാർക്ക് വിശുദ്ധ ഖുർആൻ പോലും അവതരിപ്പിക്കപ്പെട്ട രാവെന്ന അഭിപ്രായമുള്ള ബറാഅത്ത് രാവ്. ഈ രാവിന്റെ സവിശേഷമായിട്ട് അല്ലാഹു തആല പറയുന്നത് ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം. ആ രാത്രിയിൽ യുക്തിപൂർണമായ ഓരോ കാര്യവും വേർതിരിച്ച് വിവരിക്കപ്പെടുന്നു എന്നാണ്. ആ രാത്രിയിൽ യുക്തിപൂർണമായ ഓരോ കാര്യവും വേർതിരിച്ച് വിവരിക്കപ്പെടുന്നു. ഈ രാത്രിയിലാണ് അല്ലാഹു വരുന്ന ഒരു വർഷം ഈ ഭൂമിയിൽ നടക്കാനുള്ള മുഴുവൻ കാര്യങ്ങളും അല്ലാഹു തീരുമാനിച്ച് ആ രേഖകൾ മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിക്കുന്നത്. ഈ ആയത്ത് വിശദീകരിച്ച് പണ്ഡിതന്മാർ മുഫസ്സിരികൾ പറയുന്നു, ഈ ശഅബാൻ മാസം 15-ാമത്തെ രാവ് മുതൽ വരുന്ന വർഷം ശഅബാൻ മാസം 15 വരെ ഈ ഭൂമിയിൽ എന്തെല്ലാം നടക്കണം? ആരൊക്കെ കല്യാണം കഴിക്കണം, ആരൊക്കെ പ്രസവിക്കും, ആരൊക്കെ ഹജ്ജിന് പോകും, ആരൊക്കെ ജനിക്കും, ആരൊക്കെ മരിക്കും തുടങ്ങിയ സർവ്വ കാര്യങ്ങളും ഒരു വർഷം ഭൂമിയിൽ നടക്കാൻ പോകുന്ന സർവ്വ കാര്യങ്ങളുടെയും രേഖ ലിസ്റ്റ് തയ്യാറാക്കി അല്ലാഹു അത് മലക്കുകളെ ഏൽപ്പിക്കുന്ന രാവാണ് ബറാഅത്ത് രാവെന്ന് മഹാന്മാരായ മുഫസ്സിരികൾ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ധാരാളം സവിശേഷതകൾ ഈ രാവിലാണ്. ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്ന 5 രാത്രികളുണ്ട്. 5 ലയാലിൻ ലാ തുറദ്ദു ഫീഹിന്ന ദഅവ. 5 രാത്രികളിൽ അല്ലാഹു ദുആ സ്വീകരിക്കും. ആ ദുആ പ്രാർത്ഥന തട്ടിക്കളയുകയില്ല. 5 രാത്രികൾ. അവ്വലു ലൈലത്തുൻ മിൻ റജബ്. ഒന്ന് റജബിന്റെ 1-ാമത്തെ രാത്രിയാണ്. അത് കഴിഞ്ഞു പോയി. റജബിന്റെ 1-ാമത്തെ രാത്രി. രണ്ടാമത്തെ രാത്രി ലൈലത്തുൽ നിസ്ഫി മിൻ ശഅബാൻ. ശഅബാനിന്റെ 15-ാമത്തെ രാത്രിയാണ്. അത് ഇൻഷാ അല്ലാഹ് നമ്മളിലേക്ക് സമാഗതമായി കൊണ്ടിരിക്കുന്നു. വരുന്ന തിങ്കളാഴ്ച അസ്തമയത്തോടുകൂടി ആണ് ആ രാത്രി ആരംഭിക്കുന്നത്. 3-ാമത്തെ രാത്രി ലൈലത്തുൽ ജുമുഅ. വെള്ളിയാഴ്ച രാവിലുള്ള പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കും. അത് തട്ടപ്പെടുകയില്ല. വലൈലത്തുൽ ഫിത്രി വലൈലത്തുൽ നഹർ. ചെറിയ പെരുന്നാൾ രാവും വലിയ പെരുന്നാൾ രാവും അല്ലാഹുവിന്റെ ദാസൻ അവനോട് എന്തെങ്കിലും ചോദിച്ചാൽ ആ ചോദ്യം അല്ലാഹു തട്ടിക്കളയുകയില്ലെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കുക, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലേ, ഇതിലൊക്കെ എന്താ കാര്യം ഇരിക്കുന്നത്? ആരാ പ്രിയപ്പെട്ടവരെ? ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ലോകത്ത് 3-ാമതായി ക്രോഡീകരിക്കപ്പെട്ട ബഹുഭൂരിപക്ഷം മുസ്ലിമീങ്ങൾ തഖ്ലീദ് ചെയ്യുന്ന, അനുകരിക്കുന്ന, പിന്തുടരുന്ന ഷാഫിഈ മദ്ഹബ്. ആ ഷാഫിഈ മദ്ഹബിന്റെ പണ്ഡിതനാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. 10 ലക്ഷം ഹദീസ് മനഃപ്പാഠമുള്ള ലോകം കണ്ട ഏറ്റവും വലിയ പണ്ഡിതൻ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. അത്ഭുതം തോന്നുന്നില്ലേ? 10 ലക്ഷം ഹദീസ്. ഇരിക്കുന്ന ആർക്കെങ്കിലും നമുക്ക് പൂർണ്ണമായിട്ട് ഒരു ഹദീസെങ്കിലും അറിയാമോ? ആലോചിക്കുക. അഥവാ നമ്മളൊരു ഹദീസ് പഠിച്ചാൽ അടുത്ത ഒരു ഹദീസ് പഠിക്കുമ്പോൾ ആദ്യം പഠിച്ച ഹദീസ് മറന്നു പോകും. ഞാൻ ഇന്ന് ഈ വെള്ളിയാഴ്ച ഇവിടെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ 10-20 മിനിറ്റോ പറയുന്ന കാര്യങ്ങൾ ഈ പള്ളിയുടെ പുറത്തേക്ക് നിങ്ങൾ ഇറങ്ങിക്കഴിയുമ്പോൾ ആർക്കെങ്കിലും പൂർണ്ണമായിട്ട് പറയാൻ പറ്റുമോ? ഉസ്താദ് ഇന്ന ഇന്ന കാര്യങ്ങൾ പറഞ്ഞത് തെറ്റാതെ പറയാൻ സാധിക്കില്ല. അങ്ങനെ നമ്മുടെ ബുദ്ധിയും ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ബുദ്ധിയും തമ്മിൽ നാം തുലനം ചെയ്യണം. 10 ലക്ഷം ഹദീസ് മനഃപ്പാഠമുള്ള 6 അല്ലെങ്കിൽ 8 വയസ്സ് പ്രായമുള്ളപ്പോൾ വിശുദ്ധമായ ഖുർആൻ മനഃപ്പാഠമാക്കുകയും ആ വിശുദ്ധ ഖുർആൻ താഴെന്ന് മുകളിലേക്ക് ഓതുകയും ചെയ്ത പണ്ഡിതനാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. വൈരിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാലിൻ. 5 നേരത്തെ നമസ്കാരത്തിൽ നമ്മൾ കൃത്യമായി പാരായണം ചെയ്യുന്ന സൂറത്തുൽ ഫാത്തിഹ. ഈ സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് വൈരിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാലിൻ തൊട്ട് മുമ്പുള്ള ആയത്ത് പെട്ടെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇച്ചിരി കഷായങ്ങൾ നമ്മൾ ആദ്യം മുതൽ അൽഹംദുലില്ലാഹി
എന്നാൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഒരു സൂറത്തല്ല 114 സൂറത്തുകൾ താഴെ നിന്നും മുകളിലോട്ടും ഓതും, മുകളിൽ നിന്നും താഴോട്ടും ഓതും. ആ പണ്ഡിതന്റെ കഴിവ് നടിച്ചു. അദ്ദേഹം പറയുകയാണ്, 5 രാത്രികളിലുള്ള പ്രാർത്ഥന അല്ലാഹു തആല തട്ടിക്കളയുകയില്ല. അതിൽ പ്രധാനപ്പെട്ട ഒരു രാവ് ഫീ ലൈലത്തി നിസ്ഫി മിൻ ശഅബാൻ, ശഅബാനിന്റെ 15ാമത്തെ രാവ് ബറാഅത്ത് രാവാണെന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ബറാഅത്ത് രാവ്, ആ രാവ് ഇദാ കാനത്ത് ലൈലത്തുൽ നിസ്ഫി മിൻ ശഅബാൻ. അതുകൊണ്ട് മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ശഅബാനിന്റെ 15ാമത്തെ രാവായാൽ ഫഖൂമു ലൈലഹാ വസൂമു നഹാറഹാ, നിങ്ങൾ ആ രാത്രി ആ രാത്രിയിൽ നിങ്ങൾ സാധിക്കുന്നിടത്തോളം നിങ്ങൾ നിന്ന് നമസ്കരിക്കണം. വസൂമു നഹാറഹാ, അതിന്റെ പകല് നിങ്ങൾ നോമ്പനുഷ്ഠിക്കണം. ബറാഅത്ത് നോമ്പ് പിടിക്കണം എന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഈ ഹദീസ് നിവേദനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആരാണ് പ്രിയപ്പെട്ടവരെ? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന മദീനത്തുൽ ഇൽമി വ അലിയുൻ ബാബുഹാ, ഞാൻ മദീനയുടെ പൂന്തോട്ടമാണെങ്കിൽ, ഞാൻ മദീനയുടെ വൈജ്ഞാനിക പട്ടണമാണെങ്കിൽ, ആ പട്ടണത്തിലേക്ക് പ്രവേശിക്കാനുള്ള പ്രവേശന കവാടമാണ് അലി റളിയല്ലാഹു അൻഹു എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താവുന്ന സമയത്ത് ഏതാണ്ട് 1.25 ലക്ഷം സഹാബാക്കൾ, 1,24,000 സഹാബാക്കളുണ്ട്. ആ സഹാബാക്കൾക്കൊന്നും കൊടുക്കാത്ത പ്രത്യേകമായ ഒരു പദവി, പ്രത്യേകമായ ഒരു സവിശേഷത, ഒരു മഹത്വമാണ് അലിയാജി തങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തത്. ഞാൻ വൈജ്ഞാനിക പട്ടണത്തിന്റെ പട്ടണമാണെങ്കിൽ ആ പട്ടണത്തിലേക്ക് കടക്കാനുള്ള കവാടം അലി റളിയല്ലാഹു അൻഹു. അപ്പൊ അദ്ദേഹത്തിന്റെ വിജ്ഞാനം എത്രയാണ് നാം ആലോചിക്കുമ്പോൾ അദ്ദേഹമാണ് പറയുന്നത്, ബറാഅത്ത് രാത്രിയിൽ ഫഖൂമു ലൈലഹാ, ആ രാത്രിയെ നിങ്ങൾ ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കണം. വസൂമു നഹാറഹാ, അതിന്റെ പകല് നിങ്ങൾ നോമ്പനുഷ്ഠിക്കണം. എന്താണ് കാരണം? ഫഇന്നല്ലാഹ യൻസിലു ഫീ ഹാലി ഗുറൂബിശ് ശംസ്, സൂര്യൻ അസ്തമിച്ച് കഴിയുമ്പോൾ 15ാമത്തെ രാവ് ബറാഅത്ത് രാവ് പ്രവേശിച്ചു കഴിഞ്ഞാൽ അല്ലാഹു തആല 1ാം ആകാശത്തേക്ക് ഇറങ്ങി വരുമെന്നാണ്. 1ാം ആകാശത്തേക്ക് ഇറങ്ങി വരും എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ ഇറക്കവും കയറ്റവും ഇല്ല. അല്ലാഹുവിന്റെ പ്രത്യേകമായ ഒരു സാന്നിധ്യം, അല്ലാഹു അവന്റെ സൃഷ്ടികളെ പ്രത്യേകമായി പരിഗണിക്കും എന്നാണ് ഈ പറഞ്ഞതിന്റെ താല്പര്യം. അല്ലാഹു ആകാശ ലോകത്ത് നിന്ന് വിളിച്ചു ചോദിക്കും, അലാ മൻ മുസ്തഗ്ഫിരിൻ ഫഅഗ്ഫിറ ലഹു, ആരെങ്കിലും എന്നോട് പാപമോചനം തേടുന്നവരുണ്ടോ, ഞാൻ അവർക്ക് പുറത്തു കൊടുക്കാം. അലാ മുസ്തർസിഖിൻ ഫഅർസുഖുഹു, ആരെങ്കിലും എന്നോട് റിസ്ക് തേടുന്നവരുണ്ടോ, ഞാൻ അവർക്ക് റിസ്ക് കൊടുക്കാം. അലാ മുബ്തലൻ ഫഉആഫിയഹു, രോഗവും മറ്റ് പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാരെങ്കിലും ഉണ്ടോ, അവരെന്നോട് പ്രാർത്ഥിക്കൂ. അവരുടെ പ്രയാസങ്ങൾ, അവരുടെ വിപത്തുകൾ, അവരുടെ പരീക്ഷണങ്ങൾ ഞാൻ മാറ്റിക്കൊടുക്കുക. അലാ ഖദാ ഹത്താ യത്ലുൽ ഫജ്ർ ഇബ്നു റവാഹു ഇബ്നു മാജ, പ്രഭാതം വരെ അല്ലാഹുവിനെ വിളിച്ച് ചോദിക്കുക. എൻ്റെ അടിമകളോട് ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നോട് ചോദിക്കുക. ഈ രാത്രിയിൽ എന്നോട് ചോദിക്കുക. ഞാൻ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാം. രോഗികളുണ്ടോ എന്നോട് പ്രാർത്ഥിക്കുന്നു, അവന്റെ രോഗത്തിന് ഞാൻ ശമനം കൊടുക്കാം. ദാരിദ്ര്യം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടോ എന്നോട് പ്രാർത്ഥിക്കൂ, സാമ്പത്തിക പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കാം. ഇങ്ങനെ അല്ലാഹു തആല സൃഷ്ടികളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന, സൃഷ്ടികളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന പരിശുദ്ധമായ രാവാണ് ബറാഅത്തിന്റെ രാവെന്ന് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ രാത്രി ഇതിന്റെ ഒരുപാട് സവിശേഷതകളുണ്ട്. ഞാൻ കുറെ ഭാഗം വിട്ടിട്ട് അവസാന ഭാഗം പറയാൻ പോവാം. കാരണം ഇനി ഒത്തിരി പറയാൻ സമയമില്ല. ഒത്തിരി
ഒത്തിരി പറയാൻ സമയത്ത് പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്ന രാവാണ് ഈ ലൈലത്തുൽ ബറാഅ. അതുപോലെ മനുഷ്യരുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുന്ന രാത്രിയാണ് ബറാഅത്ത് രാവ് എന്ന് പറയുന്നത്. ഈ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രധാനമായും ചെയ്ത ഒരു വലിയ ഇബാദത്തായിരുന്നു, ഒരു കാര്യമായിരുന്നു ഖബർ സിയാറത്ത്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഫഖത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത, ഒരു രാത്രിയിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിയുകയാണ്. ഓരോ ഭാര്യമാരുടെ വീട്ടിലും ഓരോരോ ദിവസങ്ങളായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിഞ്ഞുകൂടിയിരുന്നത്. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിഞ്ഞുകൂടവേ രാത്രിയുടെ ഒരു ഭാഗം പിന്നിട്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂലിനെ കാണാനില്ല. ഫഖത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ കിടക്കയിൽ എന്റെ വിരിപ്പിൽ ഞാൻ പ്രവാചകനെ പരതി നോക്കി, പക്ഷേ എന്റെ വിരിപ്പിൽ അല്ലാഹുവിന്റെ ഹബീബില്ല. ഞാൻ എന്റെ വീട് മുഴുവനും അരിച്ചു പറക്കി, എന്റെ വീട്ടിലും അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളില്ല. വീണ്ടും എന്റെ വീടിന്റെ മുറ്റത്ത് കൂടി ഞാൻ ഇറങ്ങി നടന്നു, അല്ലാഹുവിന്റെ റസൂൽ വീടിന്റെ മുറ്റത്ത് എവിടെയെങ്കിലും ഉണ്ടോ, അല്ലാഹുവിന്റെ റസൂലിനെ കാണുവാനില്ല. അങ്ങനെ ആയിഷ റളിയല്ലാഹു തആല ആകെ വെപ്രാളത്തിലായി. അല്ലാഹുവിന്റെ ഹബീബ് അവിടെ പോയി, എന്നെ എങ്ങാനും ചതിച്ചിട്ട് മറ്റേതെങ്കിലും ഭാര്യമാരുടെ വീട്ടിൽ അല്ലാഹുവിന്റെ റസൂൽ പോയോ? ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് വലിയ പ്രയാസമായി. അങ്ങനെ നല്ല നിലാവുള്ള ഒരു രാത്രി, ബറാഅത്ത് രാവിലാണ് ഈ സംഭവം നടക്കുന്നത്. അന്ന് നല്ല നിലാവുണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പ്രിയപ്പെട്ട ഭർത്താവ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അന്വേഷിച്ചു പോകുമ്പോൾ ഫഖറജതു ഫഇദാ ഹുവ ബിൽ ബഖീഅ, അല്ലാഹുവിന്റെ ഹബീബ് ജന്നത്തുൽ ബഖീഇൽ നിൽക്കുകയാണ്. ജന്നത്തുൽ ബഖീ എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ സഹാബത്തിനെ കബറടക്കം ചെയ്യപ്പെടുന്ന മഖ്ബറ, പ്രവാചകന്റെ ബന്ധുമിത്രാദികൾ, പ്രവാചകന്റെ അനുചരന്മാരെ കബറടക്കം ചെയ്യപ്പെടുന്ന മഖ്ബറയുടെ പേരാണ് ജന്നത്തുൽ ബഖീ. ആ ജന്നത്തുൽ ബഖീയിൽ നിന്നുകൊണ്ട് മരണപ്പെട്ടു പോയ സഹാബത്തിന് വേണ്ടി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുകയാണ്. സഹാബത്തിന്റെ ഖബറുകൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്ദർശിക്കുകയാണ്. സഹോദരന്മാരോട് ശ്രദ്ധിക്കണം, ബറാഅത്ത് രാത്രിയിൽ അല്ലാഹുവിന്റെ റസൂൽ ചെയ്ത വലിയൊരു കാര്യമായിരുന്നു പ്രിയപ്പെട്ട സഹാബത്തിന്റെ ഖബർ സന്ദർശിക്കുക എന്നുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹ ചെല്ലുമ്പോൾ ജന്നത്തുൽ ബഖീയിൽ നിന്നുകൊണ്ട് ആ ഖബർസ്ഥാനിൽ അടക്കപ്പെട്ട പ്രിയപ്പെട്ട സഹാബത്തിന്റെ പാപമോചനത്തിന് വേണ്ടി, പരലോക മോക്ഷത്തിന് വേണ്ടി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന കഴിഞ്ഞ് പ്രവാചകൻ മടങ്ങി വരുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, ആയിഷ പേടിച്ചു പോയോ? ആയിഷ, നിന്നെ ഇട്ടിട്ട് മറ്റേതെങ്കിലും ഭാര്യമാരുടെ വീട്ടിലേക്ക് പോയി എന്ന് നീ തെറ്റിദ്ധരിച്ചോ? ആയിഷ, ഈ രാത്രി ഏതാണെന്ന് നിനക്കറിയാമോ? ഇത് ശഅബാൻ 15-ാമത്തെ രാത്രിയാണ്. ഇത് ബറാഅത്തിന്റെ രാവാണ്. ഈ രാത്രിയിൽ അല്ലാഹു സർവ്വ സൃഷ്ടികൾക്കും പൊറുത്തു കൊടുക്കുമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു. എന്നിട്ട് രണ്ട് വിഭാഗം ആളുകൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുകയില്ലെന്നും ആയിഷ റളിയല്ലാഹു അൻഹയോട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആരാണ് രണ്ട് കൂട്ടർ? വിശദീകരിക്കാൻ സമയമില്ല. ഇല്ലാൽ മുശ്രിക്കിൻ ഔ മുശാഹിദിൻ. പ്രവാചകൻ പറഞ്ഞു, സർവ്വ സൃഷ്ടികൾക്കും അല്ലാഹു ഈ രാത്രിയിൽ അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കും. പാപത്തിൽ നിന്നും അല്ലാഹു അവരെ മോചിതരാക്കും. ഖബറിൽ നിന്നും അല്ലാഹു അവർക്ക് മോചനം കൊടുക്കും. രണ്ട് വിഭാഗം ആളുകൾ ഒഴികെ. ഒന്ന് മുശ്രിക്കിൻ, ശിർക്ക് ചെയ്യുന്നവർക്ക്. ശിർക്ക് ചെയ്യുന്നവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുകയില്ല. ഔ മുശാഹിദിൻ, പരസ്പരം തർക്കിച്ചു കഴിയുന്നവർ, ഷണ്ട കൂടി കഴിയുന്നവർ, വൈരാഗ്യവും വിദ്വേഷവും മനസ്സിൽ വെച്ചുപിടിപ്പിച്ചുകൊണ്ട് നടക്കുന്നവർ, കാണുമ്പോൾ മുഖം തിരിഞ്ഞ് നടക്കുന്നവർ, പരസ്പരം പിണങ്ങി കഴിയുന്നവർക്ക് ഈ പവിത്രമായ രാത്രിയിൽ അല്ലാഹു പുറത്തു കൊടുക്കുകയില്ലെന്ന് ആരംഭപൂവായ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറഞ്ഞു, നബി മുഹമ്മദ് മുസ്തഫ.
അള്ളാഹു നമ്മളെ ഈ രണ്ട് വിഭാഗത്തിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കുന്ന രാത്രിയാണ് പ്രിയപ്പെട്ടവരെ. ഞാൻ പറഞ്ഞു വന്നത് ലൈലത്തുൽ ബറാഅത്ത് രാത്രിയിൽ ഹബീബായ പ്രവാചകൻ പ്രിയപ്പെട്ട സഹാബത്തിന്റെ ഖബർ സന്ദർശിക്കാൻ വേണ്ടി പോയി. നമ്മൾ എന്ത് ചെയ്യണം? ബറാഅത്ത് രാത്രിയിൽ നമ്മുടെ പൂർവീകരായ ആളുകൾ, പലരുടെയും മാതാപിതാക്കൾ, പലരുടെയും ഭാര്യ, മക്കളെന്ന് നമ്മുടെ ഈ ഖബർസ്ഥാനിൽ നാന്തി ഉറങ്ങുകയാണ്. എത്രയോ വർഷങ്ങളായിട്ട് ഖബറടക്കം കഴിഞ്ഞൊരു 3-ാം സിയാറത്ത്, പിന്നെ ഒരു 40, പിന്നെ ആദ്യത്തെ ഒരു വർഷം ഒരാണ്ട്, പിന്നെ പിന്നെ അത്തായില്ല, അമ്മായില്ല. ഒന്ന് രംഗത്ത് കൈവച്ചിട്ട് ആലോചിക്കുകയും എന്റെ എത്രയോ ആളുകൾ ഈ ഖബർസ്ഥാനിൽ കിടക്കുന്നു. ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച പരിശുദ്ധമായ ജുമാ നമസ്കാരത്തിന് വേണ്ടി വരുമ്പോൾ ഈ ഖബർസ്ഥാനിൽ കയറി ഒരു ഫാത്തിഹ ഓതി മരണപ്പെട്ട് കിടക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ എത്ര പേരുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ? ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി ചോദിക്കുകയല്ല, ചിന്തിക്കാൻ വേണ്ടി ഞാൻ ചോദിക്കുകയാണ്. എത്ര പേരുണ്ട് ഈ ഖബർസ്ഥാനിൽ കയറി മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ മരം അവർക്ക് വലിയ സന്തോഷമാണ്. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാം, മൻ സാറ ഖബറ അബവൈഹി, ആരെങ്കിലും തന്റെ മാതാപിതാക്കളുടെ ഖബർ സന്ദർശിച്ചാൽ, ഔ അഹദഹുമാ, അല്ലെങ്കിൽ മാതാപിതാക്കളിൽ ഒരാളുടെ ഖബർ സന്ദർശിച്ചാൽ, ഫീ കുല്ലി ജുമഅത്തിൻ മർറതൻ, എല്ലാ ആഴ്ചയിലും ഒരു പ്രാവശ്യം മാതാപിതാക്കൾ 2 പേരുടെയോ അല്ലെങ്കിൽ ഒരാളുടെയോ ഖബർ സന്ദർശിച്ചാൽ, അല്ലാഹു പുറത്തു കൊടുക്കും. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു അവനെ രേഖപ്പെടുത്തിയിരിക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു പുറത്തു കൊടുക്കും. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന മക്കളുടെ കൂട്ടത്തിൽ അല്ലാഹു അവരെ രേഖപ്പെടുത്തി വെക്കുമെന്നാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വരുന്ന ആഴ്ച വരുമ്പോഴേക്കും നേരത്തെ വരണം. വെള്ളിയാഴ്ച അല്ലാഹു നമുക്ക് ഒരാഴ്ചയിൽ ഒരു ദിവസം നൽകിയിട്ടുണ്ട്. വെള്ളിയാഴ്ച അല്പം നേരത്തേക്ക് വന്നിട്ട് ആ ഖബർസ്ഥാനിലോട്ട് പോകണം. അവിടെ മരണപ്പെട്ടു പോയി കിടക്കുന്നവർക്ക് വേണ്ടി ഒരു ഫാത്തിഹ ഓതി, ഒരു ഖുൽ ഹുവല്ലാഹു ഓതി ഒന്ന് പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ. ഇനി അതിന് സമയം കിട്ടിയില്ലെങ്കിൽ പള്ളി കഴിഞ്ഞ് മടങ്ങി പോകുമ്പോൾ, പിരിഞ്ഞു പോകുമ്പോൾ 5 മിനിറ്റ് മതി. ആ റോഡിലും പള്ളി മുറ്റത്തും ഒക്കെ നിന്ന് വർത്താനം പറയുന്ന 5 മിനിറ്റ് സമയം അങ്ങോട്ടൊന്ന് പോയിട്ട് അവിടെ വേണ്ടപ്പെട്ടവർ ആരൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ ആരൊക്കെയാണ് അവിടെ ഖബറടക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത് എനിക്കറിയില്ലല്ലോ. നിങ്ങൾ അവിടെ പോയിട്ട് ചെയ്യണം, അവർക്കൊരു ഒന്ന് പ്രാർത്ഥിക്കണം. ഇൻഷാ അല്ലാഹ് ഈ നല്ല ശീലമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നബി പറയാണ്, നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ദുനിയാവിൽ നമ്മുടെ പരിചയമുള്ള ആളാണെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി സലാം പറഞ്ഞാൽ അവർ നമ്മളെ അറിയും. ഖബറാളികൾ നമ്മളെ അറിയും, പക്ഷെ അവർക്ക് പ്രതികരിക്കാൻ കഴിയില്ല. നമ്മൾ സലാം പറഞ്ഞാൽ അവർ സലാം മടക്കും. അതുകൊണ്ടാണല്ലോ ഖബർസ്ഥാനിൽ ചെല്ലുമ്പോൾ സലാം പറയണമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അങ്ങനെ നമ്മള് ഖബറാളികൾ, നമ്മുടെ വേണ്ടപ്പെട്ടവരൊക്കെ ഇവിടെ ഖബറടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവരെ ഒന്നും നമ്മൾ പരിഗണിക്കുന്നില്ല, ഖബർ സിയാറത്ത് നടത്തുന്നില്ല, അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഇബ്നു സമ്മാദ് റളിയല്ലാഹു അൻഹു ഒരു ഖബർസ്ഥാനിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആ ഖബർസ്ഥാനിന്റെ ഭിത്തിയിൽ എഴുതപ്പെട്ടിട്ടുണ്ട് ഇമാം ഗസ്സാലി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഏതാനും ചില കവിതകൾ. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിന്റെ ഇഹ്യാ ഉലൂമിദ്ദിനുള്ള ഒരു വലിയ കവിതയുണ്ട്. അത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കേട്ടോ. അദ്ദേഹം ഖബർസ്ഥാനിലൂടെ നടന്നു പോകുമ്പോൾ ഖബർസ്ഥാനിന്റെ ഭിത്തിയിൽ എഴുതപ്പെട്ടിരിക്കുന്നു. എന്താ എഴുതപ്പെട്ടിരിക്കുന്നത്? ഖബറാളികളുടെ ദീനരോധനമാണ്, അവരുടെ നിലവിളിയാണ്, അവരുടെ കരച്ചിലാണ് ആ കവിതയിലൂടെ അദ്ദേഹം എഴുതിവെച്ചിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഖബറാളികൾ ذوي الميراث يقتسمون مالي فما يقلون أن جحدوا ديوني وقد أخذوا سهامهم وعاشوا فيا لله يسرع ما نسوني. കേട്ടോളെ,
എന്റെ കബറിന്റെ ഓരത്ത് കൂടി ഇതാ എന്റെ മകൻ നടന്നു പോകുന്നു, എന്റെ സഹോദരൻ നടന്നു പോകുന്നു, എന്റെ പിതാവ് നടന്നു പോകുന്നു, എന്റെ മാമ നടന്നു പോകുന്നു. അവർക്ക് എന്നെ ഒരു പരിചയവും ഇല്ലാത്തതുപോലെ എന്നെ ഇവിടെ പള്ളിക്കാട്ടിക്കൊണ്ട് കബറടക്കിയിട്ട് ഞാനൊരു വ്യക്തി ഇവിടെ കബറടക്കപ്പെട്ടിട്ടുണ്ട് എന്നൊരു ചിന്ത പോലുമില്ലാതെ നടന്നു പോകുന്നത് കണ്ടോ എന്ന് കബറിൽ കിടന്നുകൊണ്ട് കബറാളി വിരലിക്ക് വന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി വെക്കുകയാണ്, എന്നെ പരിചയമില്ലാത്തതുപോലെ. എന്നിട്ടോ എന്റെ രക്തം പേർപ്പാക്കി ഞാൻ കഠിനാധ്വാനം ചെയ്തുണ്ടാക്കി വെച്ച സമ്പത്ത് ഞാൻ മരണപ്പെട്ട് 3-ാം ദിവസം അവര് പിച്ചിപ്പറിച്ചെടുത്തു, അവര് വീതിച്ചെടുത്തു. എന്നിട്ടോ ആ സമ്പത്ത് കൊണ്ട് പറഞ്ഞത് അവരിന്ന് സുഖലോലുവരായി ജീവിക്കുകയാണ്. ഞാൻ ഉണ്ടാക്കിയ പണം കൊണ്ട് ഇന്നവർ സുരക്ഷിതരായി സുഖലോലുവരായി ജീവിക്കുകയാണ്. എന്നിട്ടോ അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് ഇവർക്ക് വേണ്ടി കഷ്ടപ്പെട്ട മക്കളെ ഞാൻ തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ, എന്റെ കബറിന്റെ ഓരോ ഒരു സലാം പറയുന്നില്ലല്ലോ. ഇത്ര പെട്ടെന്ന് എന്നെ മറന്നുപോയോ എന്ന് കബറാളി വിവരിക്കും. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നമ്മളെ എത്ര പേരെ കുറിച്ച് ഇങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ടവർ വിലപിക്കുന്നുണ്ടായിരിക്കും, എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഖബർ സിയാറത്ത് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഖബർസ്ഥാനിലേക്ക് ഒന്ന് പോകണം. അവരെ നമ്മൾ ഓർക്കണം, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി വിശുദ്ധ ഖുർആനിന്റെ അല്പമെങ്കിലും ഓതി നിങ്ങൾ ഹദിയ ചെയ്യണം എന്ന് വളരെ വിനീതമായി പറയുകയാണ്. ഒത്തിരി ഇത് തന്നെ ഒരു വിഷയമായി നമുക്ക് പറയാനുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അതുപോലുള്ള നല്ല കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അപ്പൊ ലൈലത്തുൽ ബറാഅത്തിനായി പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം ചെയ്തിരുന്ന ഒരു കാര്യമാണ് പ്രിയപ്പെട്ടവരുടെ സഹാബത്തിന്റെ ഖബർ സന്ദർശിച്ചു എന്നുള്ളത്. അതുകൊണ്ട് പരമ്പരാഗതമായി പാരമ്പര്യമായി നമ്മളൊക്കെ ചെയ്തു വരുന്ന ഇവിടെ ചെയ്തു വരുന്ന ഒരു കാര്യമാണ് ബറാഅത്ത് രാത്രിയിൽ നമ്മളൊരു 3 യാസീനോതും. കേൾക്കുന്നുണ്ടോ? 3 യാസീനോതും അല്ലേ? നമ്മൾ പാരമ്പര്യമായിട്ട് ചെയ്തു വരുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് 3 യാസീൻ നമ്മൾ എന്ത് ചെയ്യണം? ഓതണം. ഇപ്പൊ ഇത് ബുഖാരിയിലുണ്ടോ മുസ്ലിമിലുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നുമില്ല. മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നു, പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്ന രാത്രിയാണ് ബറാഅത്ത് രാത്രി. അതുകൊണ്ട് സൂറത്ത് യാസീൻ ഒരാൾ പാരായണം ചെയ്തിട്ട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന കൂടുതൽ സ്വീകാര്യമായി തീരും. ഇതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നു, നിങ്ങൾ യാസീൻ ഓതണം. സൂറത്ത് യാസീൻ ലിമാ ഖുരിഅത് ലഹു ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സൂറത്ത് യാസീൻ ഏതൊരു കാര്യത്തിന് വേണ്ടിയാണോ പാരായണം ചെയ്യപ്പെടുന്നത് ആ കാര്യം അല്ലാഹു സാധിച്ചു കൊടുക്കും. രോഗി നല്ല നിയത്തോടുകൂടി യാസീൻ ഓതിയാൽ രോഗം ശിഫയാകും. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവൻ ആ നിയത്തോടുകൂടി സൂറത്ത് യാസീൻ ഓതേണ്ടതുപോലെ ഓതിയാൽ, മനഃശുദ്ധിയോടുകൂടി ഓതിയാൽ അവന്റെ കടം വീട്ടി കിട്ടും. അവന് ഭൗതികമായ എന്ത് കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളൊക്കെ നിയത്ത് ചെയ്തുകൊണ്ട് സൂറത്ത് യാസീൻ ഓതിയാൽ അത് സാധിച്ചു കിട്ടുമെന്ന് അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ മനസ്സിൽ കരുതി ഇൻഷാ അല്ലാഹ് ഒന്നെന്തിനാണെന്നറിയാമോ? നമുക്ക് ഒന്നാമത്തത് നമുക്ക് ദീർഘായുസ്സ് കിട്ടുന്നതിന് വേണ്ടിയാണ്, ആരോഗ്യം കിട്ടുന്നതിന് വേണ്ടിയാണ്, ആരോഗ്യത്തിന് വേണ്ടി, ദീർഘായുസ്സിന് വേണ്ടി. രണ്ടാമത്തത് റിസ്കിന് വേണ്ടിയാണ്. റിസ്ക് എന്ന് പറഞ്ഞാൽ ഭക്ഷണം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം നമുക്ക് ആവശ്യമാണോ അതൊക്കെ നമുക്ക് അനുകൂലമായി മാറാൻ, മക്കൾ അനുകൂലമാകാൻ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറാൻ, ജീവിത പ്രയാസങ്ങൾ മാറി, ഇങ്ങനെ റിസ്കിന് വേണ്ടി നമ്മൾ ഓതുക. മൂന്നാമത്തെ കാര്യം ആഖിബത്ത് നന്നാവാൻ, നല്ല മരണം കിട്ടാൻ. എങ്ങനെ മരിക്കുന്ന ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അപകടത്തിൽപ്പെട്ട് മരിക്കുമെന്നോ നമുക്കൊന്നും അറിയത്തില്ല. അല്ലാഹു നമുക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ മൂന്നാമത്തെ കാര്യം നല്ല ആഖിബത്തിന് വേണ്ടി പ്രിയപ്പെട്ടവരെ നമ്മൾ യാസീൻ ഓതണം. ഇങ്ങനെ യാസീനൊക്കെ ഓതി ഇൻഷാ അല്ലാഹ് ആ രാത്രി ആ രാവ് നമ്മൾ പ്രത്യേകം ധന്യമാകണം, സജീവമാകണമെന്ന് വളരെ വിനീതമായി അറിയിക്കുകയാണ്.